ഇല്ലേ ഞങ്ങൾ ഇത് സഹിക്കാൻ മര്യാദ പരീക്ഷ സർട്ടിഫിക്കറ്റ് വെച്ചാൽ പോകത്തില്ല. മര്യാദ തഴി മായേ വരാൻ പറയാൻ സാറിന് റെക്കോർഡാട്ടോ. ഞങ്ങൾക്ക് കംപ്ലൈന്റ് കൊടുക്കാൻ അറിയാം. ഇപ്പൊ സാറ് കംപ്ലൈന്റ് വിളിക്കുവോ? ഹലോ, ഇങ്ങോട്ട് കളിപ്പിക്കണ്ട. സാറിപ്പോ ഈ പറഞ്ഞത് വെച്ച് ഞങ്ങൾക്ക് ചെന്ന് കംപ്ലൈന്റ് കൊടുക്കാൻ പറ്റുന്നതാ. കംപ്ലൈന്റ് എന്താ ഇതല്ല കുട്ടിക്ക് കംപ്ലൈന്റ് ചെയ്യൂ. കോളേജ് ചെയർമാൻ മധു ഡി ഭാസ്കരൻ വിദ്യാർത്ഥിനിയോട് മോശമായി സംസാരിക്കുന്ന ഫോൺ സംഭാഷണം പുറത്തുവന്നതിന് പിന്നാലെയാണ് കോളേജിനെതിരെ പരാതിയുമായി കൂടുതൽ വിദ്യാർത്ഥികൾ രംഗത്തെത്തിയത്. കോഴ്സിന് ചേരുമ്പോൾ ധാരണയിലെത്തിയതിനേക്കാൾ കൂടുതൽ പണം മാനേജ്മെന്റ് ആവശ്യപ്പെടുന്നതായി വിദ്യാർത്ഥികൾ പറയുന്നു. പണം നൽകാത്തതിനാൽ കോഴ്സ് കഴിഞ്ഞ് വർഷങ്ങൾ പിന്നിട്ടിട്ടും സർട്ടിഫിക്കറ്റുകൾ നൽകുന്നില്ല. ക്യാമ്പസിനുള്ളിൽ വിദ്യാർത്ഥികൾക്ക് കടുത്ത പീഡനമാണ് ഏൽക്കുന്നത്. ഇവിടെ സാറിനെ വിളിച്ചു നമ്മൾ ചോദിച്ചായിരുന്നു സർട്ടിഫിക്കറ്റിന്റെ കാര്യം എന്താ. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞ് അവിടെ വരാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഉടുപ്പിയിൽ ചെന്നിട്ട് ഞാനും പപ്പായും കൂടെ ആയിരുന്നു പോയത്. ആദ്യം 10,000 രൂപ ഫീസ് നമ്മൾ അവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളി പറഞ്ഞ് ഇവിടെ ഒരു 4,000 കൂടെ അടയ്ക്കണം, നമുക്ക് യൂണിവേഴ്സിറ്റി അടച്ചാൽ സർട്ടിഫിക്കറ്റ് തരത്തോളെന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ ചെന്ന് യൂണിവേഴ്സിറ്റിയിൽ ഇവിടെ ആലപ്പുഴ ഓഫീസിൽ 4,000 രൂപ അടച്ചപ്പോൾ പുള്ളി പറഞ്ഞ് അതായത് 2 ദിവസം കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് വീട്ടിലേക്ക് അയക്കാമെന്ന് പറഞ്ഞു. ഞങ്ങൾ 2 ദിവസം കഴിയുമ്പോൾ വിളിച്ചപ്പോൾ പുള്ളി പറയണം 1.5 ലക്ഷം രൂപ തന്നാൽ ഇനി ഞങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാൻ പറ്റത്തുള്ളൂ എന്ന് പുള്ളി എന്നോട് തർപ്പിച്ച് പറഞ്ഞു. അത് കഴിഞ്ഞ് ഇത്ര നാളും വിളിച്ചിട്ട് നോ റെസ്പോൺസ്. ഇപ്പോൾ ഇവിടെ ഓഫീസിൽ വന്നപ്പോൾ അവർക്കും അറിയത്തില്ല. തങ്ങളുടെ സ്ഥാപനത്തെ തകർക്കാനുള്ള ഗൂഢനീക്കങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ നടക്കുന്നതെന്ന് ECRMD മഹിമ പറഞ്ഞു. ചെയർമാനുമായുള്ള ഫോൺ സംഭാഷണം വ്യാജമാണ്. സംഭാഷണത്തിലുള്ളത് വിദ്യാർത്ഥിനിയല്ല. ഇതൊരു ശരിക്കും ഫേക്കാണ്, കറക്റ്റായിട്ടും ഫേക്കാണ്. കാരണം ഒരു കാരണവശാലും ഒരു കോളേജിന്റെ ടോപ്പ് ലെവലിൽ ഇരിക്കുന്ന ഒരാളോട് ഒരു സ്റ്റുഡന്റ് ഇങ്ങനെ സംസാരിക്കും? ഒരിക്കലും സംസാരിക്കത്തില്ല. അതാണ്. അപ്പം ഇത് ശരിക്കും കരുതി കൂട്ടി നമ്മളെ മീഡിയ ലെവലിൽ നമ്മളെ നാറ്റിക്കുക. അതും ഒരു വാട്സപ്പ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്. എന്നെ സംബന്ധിച്ചിടത്തോളം വാട്സപ്പോ ഫേസ്ബുക്കോ അല്ല ലൈഫ് കൺട്രോൾ ചെയ്യുന്നത്. ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാർക്കും അങ്ങനെ തന്നെയാണ്. ഇത് ജസ്റ്റ് എൻജോയ്മെന്റിന് ഉപയോഗിക്കുന്നത്. കുറെ കാലം കഴിയുമ്പോൾ ഇതൊന്നും എല്ലാവരും മറക്കും. ഞങ്ങൾക്ക് സത്യം പറഞ്ഞാൽ ഇതുകൊണ്ട് നല്ലൊരു പബ്ലിസിറ്റി കിട്ടിയിട്ടുണ്ട് ശരിക്കും. മധു ഭാസ്കരൻ അധിക്ഷേപിച്ച പെൺകുട്ടി ഉടുപ്പിയിലെ ക്യാമ്പസിലാണ് ഉള്ളതെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ അറിയിച്ചു. ഇവരുമായി ഫോണിൽ ബന്ധപ്പെടാനും കഴിയുന്നില്ല. ചെയർമാനെതിരെ ഉടൻ പോലീസിൽ പരാതി നൽകുമെന്നും വിദ്യാർത്ഥികൾ അറിയിച്ചു. MS അനീഷ് കുമാർ, News 18 ആലപ്പുഴ.